ദിവസം 10 മണിക്കൂർ ഡയാലിസിസിന് വിധേയനാകുന്ന +2 വിദ്യാർത്ഥി തൃക്കരിപ്പൂർ വടക്കേക്കോവലിലെ അമൽ സുഹാൻ ദിവസവും പാചകത്തിനും കമ്പ്യൂട്ടറിൽ പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും സമയം കണ്ടെത്തും. ലോക ഭിന്നശേഷി വാരാചരണത്തിൽ സമൂഹത്തിനു മുന്നിൽ വിസ്മയമാണ് ഈ കൊച്ചുമിടുക്കൻ. കരുതലിന്റെ കാവൽ ഇനി ഇവിടെ. വിൻടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കാസർഗോഡ്. പ്രവാസിയായ വടക്കേക്കോവലിലെ എം സുലൈമാന്റെയും എ റസിയാബിയുടെയും രണ്ടാമത്തെ മകനാണ് അമൽ സുഹാൻ. ജന്മന ബ്ലാഡർ തകരാറുണ്ടായതിനെ തുടർന്ന് കിഡ്നിയെ ബാധിച്ച ക്രോണിക് കിഡ്നി ഡിസീസ് മൂലമാണ് 1.5 പതിറ്റാണ്ടായി വിവിധ ചികിത്സകൾക്ക് വിധേയമാക്കി വരുന്നത്. 6 വർഷത്തോളമായി ദിവസവും പെരിട്ടോണിയൽ ഡയാലിസിസിന് വിധേയമാക്കുന്നുമുണ്ട്. ഡോക്ടർമാരുടെ നിർദ്ദേശത്തിൽ ഉമ്മ റസിയാബിയാണ് രാത്രി 2 ഘട്ടമായി 10 മണിക്കൂർ ഡയാലിസിസ് ചെയ്തു വരുന്നത്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ +2 കൊമേഴ്സ് വിദ്യാർത്ഥിയാണ് 18-കാരനായ എ അമൽ സുഹാൻ. ബംഗളൂരുവിലെ സെന്റ് ജോൺസ് ആശുപത്രിയിൽ 17 വർഷം ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 1 വർഷമായി കണ്ണൂരിലേക്ക് മാറുകയായിരുന്നു. ഇത്തരം ബുദ്ധിമുട്ടുകൾക്കിടയിൽ വീടിനകത്ത് കഴിഞ്ഞ വേള അമൽ സുഹാൻ സാധ്യതകളാക്കി മാറ്റുകയായിരുന്നു. കമ്പ്യൂട്ടർ അസംബ്ലിംഗ് നോക്കി പഠിച്ച ഈ കൊച്ചുമിടുക്കൻ മദർ ബോർഡ്, റാം, പ്രൊസസ്സർ, സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ്, ക്യാബിനറ്റ്, പവർ സപ്ലൈ എന്നിവ ഓൺലൈനിൽ ബുക്ക് ചെയ്ത് വീട്ടിൽ 16 GB സ്റ്റോറേജ് കമ്പ്യൂട്ടർ നിർമ്മിച്ചു. വീട്ടിലുണ്ടായിരുന്ന ടെലിവിഷൻ മോണിറ്ററായി ഉപയോഗിച്ചു വരികയാണ്. യൂട്യൂബ് നോക്കിയാണ് കൂട്ടിയോജിപ്പിച്ചത്. ഞാൻ റെഗുലറായിട്ട് സ്കൂളിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് വരക്കന്നിരിക്കുന്ന ഒരു ആളാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ എനിക്ക് കമ്പ്യൂട്ടറിനോടൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പഠിച്ചു വരാൻ തുടങ്ങി. പഠിച്ച് ഇപ്പം ഇതിൻ്റെ ഇടയ്ക്കായിട്ടൊരു കമ്പ്യൂട്ടർ ഉണ്ടാക്കി. അതുവഴി ഞാൻ എഡിറ്റിംഗ് പഠിച്ച് പിന്നെ അതിൻ്റെ അപ്പുറം തന്നെ എനിക്ക് 6 മാസം മുന്നേ ഒക്കെ തന്നെ ഒരു കുക്കിങ്ങിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് കയറി. അതും ഞാൻ പഠിക്കാൻ തുടങ്ങി. ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്. അതുവഴി ഞാനിപ്പം കുറച്ച് അത്യാവശ്യം റെസിപ്പീസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, ജാപ്പനീസ് തുടങ്ങിയ ഭാഷകളും സ്വന്തമായി പഠിച്ചെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 5 മാസത്തിനിടയിൽ ഉമ്മ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോൾ ചേരുവകൾ നോക്കി മനസ്സിലാക്കിയ അമൽ സുഹാൻ പാചകം ഒരു കലയായിട്ട് തന്നെ എടുത്തു. യൂട്യൂബിൽ സോസി ഹബ് എന്ന ഇടവുമുണ്ട്. ഫിഷ് ബിരിയാണിയും ബട്ടർ ചിക്കനും തുടങ്ങി ഇതിനകം 17 പരം ഇനങ്ങൾ പാചകം ചെയ്ത് സ്വന്തമായി ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ക്രീം ബഫ്, ചോക്ലേറ്റ് ബ്രൗണി, ചിക്കൻ 65, ഗ്രീൻ ചിക്കൻ, ടൊമാറ്റോ റൈസ്, ബട്ടർ ചിക്കൻ, സ്പോഞ്ച് കേക്ക്, ചോക്ലേറ്റ്, ഡോണട്ട്, ചീസി ഓംലെറ്റ്, ബിരിയാണി, ഓറിയോ മിൽക്ക് ഷേക്ക്, കോളിഫ്ലവർ ഡ്രൈ ഫ്രൈ, ചിക്കൻ ഷവർമ എന്നിവയൊക്കെ സ്വന്തമായി ഉണ്ടാക്കും. പുതിയ വീട്ടിൽ താമസം തുടങ്ങിയതോടെയാണ് പാചകത്തിൽ കൂടുതൽ താല്പര്യമുണ്ടായത്. എല്ലാ കാര്യങ്ങളിലും ഉപ്പയും ഉമ്മയും നൽകുന്ന പൂർണ്ണ പിന്തുണയിലാണ് പുതിയ മേച്ചിൽപ്പുറങ്ങൾ അമൽ സുഹാൻ തേടുന്നത്. വ്യത്യസ്തങ്ങളായ കഴിവുകൾ കണ്ടറിയാൻ ഭിന്നശേഷി വാരാചരണ ഭാഗമായി അമൽ സുഹാന്റെ വീട്ടിൽ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരായ യു സുധ, എം സാദിഖ്, PTA പ്രസിഡന്റ് AG നൂറുൽ അമീൻ, +2 കൊമേഴ്സ് വിദ്യാർത്ഥികളും ശനിയാഴ്ച എത്തിയിരുന്നു. യഥാർത്ഥത്തിൽ സുഹാന്റെ കഴിവ് കണ്ടപ്പോൾ നമ്മളൊക്കെ അത്ഭുതപ്പെട്ടു പോയി. കാരണം സ്വന്തമായി പാചകം ചെയ്യുകയും അതോടൊപ്പം തന്നെ സ്വന്തമായി കമ്പ്യൂട്ടർ നിർമ്മിക്കുകയും അങ്ങനെ IT രംഗത്തും കലാരംഗത്തും പാചക രംഗത്തും ഒക്കെ നല്ല വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ടാണ് പരിമിതി നേരിടുന്ന നമ്മുടെ പ്രിയപ്പെട്ട അമൽ സുഹാൻ എന്ന വിദ്യാർത്ഥി തീർച്ചയായും അഭിനന്ദനാർഹമായ നേട്ടം തന്നെയാണ് കുട്ടി കൈവരിച്ചിട്ടുള്ളത്. അമൽ സുഹാന്റെ കഴിവിന് അതിരില്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ വന്നപ്പോഴാണ് അവൻ രൂപപ്പെടുത്തിയെടുത്ത ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം, അതായത് ഒരുപാട് പാർട്സുകൾ വാങ്ങി അത് അസംബിൾ ചെയ്ത് അതിൽ ഓരോ പരിപാടിയായിട്ട് അവൻ തന്നെ കണ്ടെത്തി പുതിയ പുതിയ പരിപാടികൾ കണ്ടെത്തി അതിൽ അപ്ലോഡ് ചെയ്യുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നാളെ ഇവരെ നമ്മൾ തിരിച്ചറിഞ്ഞില്ലെന്നൊരു വേദന കൂടിയുണ്ട്. BBA പൂർത്തിയാക്കിയ അമാൻ റസ്വി, 9ാം തരം വിദ്യാർത്ഥി ഷിഫ ഫാത്തിമ എന്നിവരാണ് അമൽ സുഹാന്റെ സഹോദരങ്ങൾ. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.